ഗുഡ് മോർണിംഗ് ആൾ. ഈ വീഡിയോയിൽ നമ്മൾ ഒരു റിവിഷൻ സെക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 4 ഹീറ്റ് എക്സ്ചേഞ്ചർ. നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഒരു ഹാഫ് പാർട്ട് ക്ലാസ്സിലും ഹാഫ് പാർട്ട് ത്രൂ വീഡിയോമാണ് പഠിച്ചത് ഇല്ലേ. അപ്പോൾ നമുക്കതൊരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ റിവിഷൻ സെക്ഷൻ ഇപ്പോൾ ഉടനെ മൊഡ്യൂൾ 4 കഴിഞ്ഞ ഉടനെ റിവിഷൻ സെക്ഷൻ ഇടുന്നതിൻ്റെ റീസൺ അതാണ്. അപ്പോൾ ഈ മൊഡ്യൂൾ 4 ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ടു ദ തിയറീസ് ആൻഡ് ഓൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഓൾസോ എന്തൊക്കെ പോയിന്റാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് വേണ്ടത്, ദെൻ ബേസിക് ഐഡിയാസ്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ റിവിഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ഓൾസോ ഏതൊക്കെ ടോപ്പിക്കിലാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഡെറിവേഷൻ പഠിച്ചിരിക്കേണ്ടത്, ഇമ്പോർട്ടൻറ്റ് ഫോർ യൂണിവേഴ്സിറ്റി എക്സാം, ഇത്രയും ടോപ്പിക്ക് നമുക്ക് ഈ റിവിഷനിൽ ഡിസ്കസ് ചെയ്യാം. ഈ റിവിഷൻ ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഹീറ്റ് എക്സ്ചേഞ്ചർ മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദി അനാലിസിസ് മെത്തേഡ്, ഇത്രയും അതിനകത്ത് നോക്കാം. ഇനി എന്താണ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എക്യുപ്മെന്റ് വിച്ച് ട്രാൻസ്ഫർ എനർജി ഫ്രം എ ഹോട്ട് ഫ്ലൂയിഡ് ടു കോൾഡ് ഫ്ലൂയിഡ്. ഓക്കെ, ഹോട്ട് ഫ്ലൂയിഡിൽ നിന്നുള്ള ഹൈ എനർജി കോൾഡ് ഫ്ലൂയിഡിൽ നിന്നുള്ള ലോ എനർജിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ. അതിന്റെ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈപ്പ് അക്കോർഡിംഗ് ടു നേച്ചർ ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചിങ് പ്രോസസ്, ദാറ്റ് ഈസ് ഡയറക്റ്റ് കോണ്ടാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചറുമുണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചറുമുണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ കൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മളൊരു ഫ്ലൂയിഡ് ഹോട്ട് ഫ്ലൂയിഡ് കോൾഡ് ഫ്ലൂയിഡായിട്ട് മിക്സ് ചെയ്യുമ്പം ദർ വിൽ ബി എ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. അതാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓൾസോ അത് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആവാം, എയർ ആവാം, എന്തായാലും ഹോട്ടും കോൾഡും ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡയറക്റ്റ് കോണ്ടാക്ട് ഹീറ്റ് എക്സ്ചേഞ്ച്. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചറിനെ നമുക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, റീജനറേറ്റർ ആൻഡ് റെക്യുപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇനി എന്താ റെക്യുപ്പറേറ്റേഴ്സ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. എന്താ റെക്യുപ്പറേറ്റേഴ്സ്? ഒരു കോൾഡ് ഫ്ലൂയിഡ് പാസ് ചെയ്യാൻ ഒരു ട്യൂബ് ഉണ്ട്, അതേപോലെ തന്നെ ഹോട്ട് ഫ്ലൂയിഡ് പാസ് ചെയ്യാനും ഒരു ട്യൂബ് ഉണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ദർ മീ കോൺസെൻട്രിക് ട്യൂബ് ഓർ പാരലൽ സ്പേസ്. ഓക്കെ, ഒരു പാരലൽ സ്പേസ് ആയിരിക്കാം കോൾഡ് ഫ്ലൂയിഡും ഹോട്ട് ഫ്ലൂയിഡും പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൺസെൻട്രിക് ട്യൂബ്സ് ആയിരിക്കാം. അപ്പോൾ ഒന്നിൽ കൂടെ ഹോട്ട് ഫ്ലൂയിഡും ഒന്നിൽ കൂടെ കോൾഡ് ഫ്ലൂയിഡും പാസ് ചെയ്യും. ദെൻ ഹോട്ടിൽ നിന്നും കോൾഡിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് റെക്യുപ്പറേറ്റേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഇതൊരു ഹീറ്റ് എക്സ്ചേഞ്ചറായിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ ഇവിടെ ഹോട്ട് ഫ്ലൂയിഡ് ആണ്, ഇവിടെ കോൾഡ് ഫ്ലൂയിഡ് ആണ്. ഇപ്പോൾ ഇങ്ങോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് റെക്യുപ്പറേറ്റേഴ്സ്. ഓർ ഇതൊരു 2 ട്യൂബിൻ്റെ ക്രോസ് സെക്ഷൻ ആണ്. ദെൻ ഇവിടെ ഹോട്ട് ഫ്ലൂയിഡ് ആണ്, ഇവിടെ കോൾഡ് ഫ്ലൂയിഡ് ആണെന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ട്യൂബിൻ്റെ സർഫസ് വഴി ഇങ്ങോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ദാറ്റ് ഈസ് ഓൾസോ ക്യാൻ ബി ടേംഡ് ആസ് റെക്യുപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇനി റീജനറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡിയുടെ കൂടെ ആദ്യം എന്ത് ചെയ്യും, ഒരു ഹോട്ട് ഫ്ലൂയിഡ് പാസ് ചെയ്ത് പോകും. അതൊരു മെട്രിക്സ് ആയിരിക്കും, ആ മെട്രിക്സിൽ ഹോട്ട് ഫ്ലൂയിഡ് പാസ് ചെയ്ത് പോകും. സോ ആ മെട്രിക്സ് എന്ത് ചെയ്യും, ഈ ഹോട്ട് ഫ്ലൂയിഡിൽ നിന്നും കുറച്ച് ക്യൂ എനർജി അബ്സോർബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ദെൻ സൈമൾട്ടേനിയസ്ലി ഹോട്ട് ഫ്ലൂയിഡ് പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പറയുമ്പോൾ ദ നെക്സ്റ്റ് ഇൻസ്റ്റന്റ് കോൾഡ് ഫ്ലൂയിഡ് പാസ് ചെയ്ത് പോവാണ്. ആ കോൾഡ് ഫ്ലൂയിഡ് പാസ് ചെയ്ത് പോകുമ്പം ഈ മെട്രിക്സിനെക്കാളും ഹീറ്റ് കുറവാണല്ലോ കോൾഡ് ഫ്ലൂയിഡിന്. സോ ആ മെട്രിക്സിൽ നിന്നും കോൾഡ് ഫ്ലൂയിഡിലോട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ഹോട്ട് ഫ്ലൂയിഡ് ടു കോൾഡ് ഫ്ലൂയിഡ്. അതാണ് റീജനറേറ്റർ എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് അക്കോർഡിംഗ് ടു റിലേറ്റീവ് ഡയറക്ഷൻ ഓഫ് ഫ്ലൂയിഡ് മോഷൻ. അത് നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: പാരലൽ ഫ്ലോ, കൗണ്ടർ ഫ്ലോ, ക്രോസ് ഫ്ലോ. ഓക്കെ, പാരലൽ ഫ്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനകത്തൊരു ഗ്രാഫാണ് ആദ്യം വരച്ച് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ 2 കോൺസെൻട്രിക് ട്യൂബ്സ് ആണെന്ന് കൺസിഡർ ചെയ്താൽ ഇങ്ങോട്ടും ഹോട്ട് ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നുണ്ട്, ആ സെയിം ഡയറക്ഷനിലാണ് കോൾഡ് ഫ്ലൂയിഡും പാസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഓക്കെ, ദെൻ ഇതിനകത്ത് കൺസിഡർ ചെയ്യാം ഈ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ എൻട്രി ടെമ്പറേച്ചർ TH1, എക്സിറ്റ് ടെമ്പറേച്ചർ TH2, ഇതിൻ്റെ TC1, എക്സിറ്റ് ടെമ്പറേച്ചർ TC2. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കോൾഡ് ഫ്ലൂയിഡ് വരയ്ക്കുകയാണ്. അപ്പോൾ കോൾഡ് ഫ്ലൂയിഡിനെ നമുക്ക് കൺസിഡർ ചെയ്യുക ഒരു ഹൈ ടെമ്പറേച്ചർ, ഒരു 100 ഡിഗ്രി സെൽഷ്യസിലൊരു ഹോട്ട് ഫ്ലൂയിഡ് എൻട്രി ചെയ്യാണ്. അപ്പോൾ അത് എൻട്രി ചെയ്ത് ഓരോ ഇതിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ടോട്ടൽ ലെങ്തിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ട്രാൻസ്ഫറിങ് ദ ഹീറ്റ് ടു ദ ഹോട്ട് ഫ്ലൂയിഡ്. സോ അതിൻ്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാണ്. സോ ഇത് TH1, ഇത് TH2. ഓക്കെ, ബട്ട് അതേസമയം അപ്പുറത്തൊരു കോൾഡ് ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നുണ്ടല്ലോ, ആ കോൾഡ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ വളരെ ലോ ആയിരിക്കും. ആ ലോ ടെമ്പറേച്ചറിൽ നിന്നും കോൾഡ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി വരും. ഓക്കെ, ദാറ്റ് ഈസ് TC1, ഇത് TC2. ഇതാണ് ഇതിൻ്റെ ഒരു പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. higher temperature to lower temperature to higher temperature in the cold fluid. ഇത് cold ആണ്, hot fluid.
ഓക്കെ, ഇനി നെക്സ്റ്റ് ഒന്നാണ് ഇത് പാരലൽ ഫ്ലോ ആണ്. ഇഫ് ഇറ്റ് ഈസ് എ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറാണെങ്കിൽ എങ്ങനെയാണ് വരിക? ഇപ്പം ഇതാണ് 2 കോൺസെൻട്രിക് ട്യൂബ്സ് എങ്കിൽ ഇങ്ങോട്ടാണ് ഹോട്ട് ഫ്ലൂയിഡ് പാസ് ചെയ്ത് പോകണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കോൾഡ് ഫ്ലൂയിഡ് പാസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ടെമ്പറേച്ചർ ആക്സിസ് ആണ്, ഇത് നമ്മുടെ ലെങ്ത് ആക്സിസ് ആണ്. സോ ഇവിടെയും നമുക്ക് അതേപോലെ കൺസിഡർ ചെയ്യാം. TH1 എൻ്റർ ചെയ്യുന്നു, TH2 എക്സിറ്റ് ചെയ്യുന്നു, TC1 എൻ്റർ ചെയ്യുന്നു, TC2 എക്സിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പം ഏത് ഡയറക്ഷനാണ്? ഇങ്ങോട്ടാണല്ലോ ഹോട്ട് ഫ്ലൂയിഡ്. സോ ഹയർ ടെമ്പറേച്ചറിൽ നിന്നും ലോവർ ടെമ്പറേച്ചറിലോട്ട് പോവാം. ഹോട്ട് ഫ്ലൂയിഡ്. ഓക്കെ, ഇനി അതേസമയം ഏത് ഡയറക്ഷനിലാണ് കോൾഡ് ഫ്ലൂയിഡ് വരുന്നത്? ഈ ഡയറക്ഷനിലാണ് കോൾഡ് ഫ്ലൂയിഡ് വരുന്നത്. അവിടെയും എന്ത് ചെയ്യാണ്? ഇവിടെ എൻ്റർ ചെയ്യുന്നുണ്ട് TC1, ബട്ട് അത് ഇങ്ങോട്ടും ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? TC2. ദിസ് ഈസ് കോൾഡ് ഫ്ലൂയിഡ്. ഇതാണ് നമ്മുടെ കൗണ്ടർ ഫ്ലോയുടെ ഗ്രാഫ്. ക്രോസ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഹോട്ട് ഫ്ലൂയിഡും കോൾഡ് ഫ്ലൂയിഡും പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ that is design and constructional features. Design and constructional features വെച്ച് നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കോൺസെൻട്രിക് ട്യൂബ്, ഒരു ട്യൂബിനകത്ത് വേറൊരു ട്യൂബ് ആവും. ഷെൽ ആൻഡ് ട്യൂബ്, ഒരു വലിയ ഷെല്ലിനകത്ത് കുറേ ട്യൂബ്സ് ഉണ്ടാവും. ദെൻ മൾട്ടിപ്പിൾ ഷെൽ ആൻഡ് പാസ്, ഒരുപാട് ഷെല്ലും അതിനകത്ത് ഒരുപാട് ട്യൂബ്സും ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഷെൽ ആൻഡ് പാസ്. ദെൻ കോമ്പാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, ദാറ്റ് ഈസ് കണ്ടൻസർ ആൻഡ് ഇവാപ്പറേറ്റർ. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കണ്ടൻസറിൽ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഓക്കെ, ഹോട്ട് ഫ്ലൂയിഡിൻ്റെ എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതേസമയം കോൾഡ് ഫ്ലൂയിഡിന് എന്താ നടക്കുക? കോൾഡ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ നമുക്ക് നോക്കാം. കോൾഡ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ ആകുമ്പോൾ ഇൻക്രീസ്, നമുക്ക് എപ്പോഴും അറിയാം കോൾഡ് ഫ്ലൂയിഡ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? TC1 TC2 ദിറ്റ് ഈസ് കോൾഡ് ഫ്ലൂയിഡ്. ഇനി അതേസമയം ഇവോപ്പറേറ്ററിലാണെങ്കിൽ കോൾഡ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൽ ഫേസ് ചേഞ്ച് മാത്രമേ വരത്തുള്ളൂ, TC1 = TC2. ബട്ട് അതേസമയം ഹോട്ട് ഫ്ലൂയിഡ് എപ്പോഴും എന്ത് ചെയ്യത്തുള്ളൂ? ടെമ്പറേച്ചർ റെഡ്യൂസേ ചെയ്യത്തുള്ളൂ. സോ ഹോട്ട് ഫ്ലൂയിഡ് ടെമ്പറേച്ചർ ഈസ് ലൈക്ക് ദിസ്. ഇതാണ് നമ്മുടെ ഇവോപ്പറേറ്ററും കണ്ടൻസറും. ഇതും വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ നമ്മൾ ഇതിനടുത്തുള്ള ടൈപ്സ് എല്ലാം പഠിച്ചില്ലേ? അപ്പോൾ ഇത് വെറൈറ്റി ഓഫ് ടൈപ്സ് ഉണ്ട്. ഈ വെറൈറ്റി ഓഫ് ടൈപ്സിൽ ഹീറ്റ് എക്സ്ചേഞ്ചർ അനാലിസിസ് എങ്ങനെ ചെയ്യാം, ദാറ്റ് ഈസ് ഓരോ ഹീറ്റ് എക്സ്ചേഞ്ചറും എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമുക്കിനി നെക്സ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത്. ഇനി ഈ അനാലിസിസ് എന്തിനൊക്കെ അനാലിസിസ് ഉണ്ടാവും? പാരലൽ ഫ്ലോയെ അനാലിസ് ചെയ്യാം, കൗണ്ടർ ഫ്ലോനെ അനാലിസ് ചെയ്യണം, കണ്ടൻസറിന് അനാലിസ് ചെയ്യണം, ഇവോപ്പറേറ്ററിന് അനാലിസ് ചെയ്യണം. ഇത്രയും പാർട്സാണ് നമുക്ക് അനാലിസിസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ അനാലിസിസ് മെത്തേഡ്സ് പറയാം. ദാറ്റ് ഈസ് 2 അനാലിസിസ് മെത്തേഡ് ഉണ്ട്, NDU മെത്തേഡും LMTD മെത്തേഡും. അപ്പോൾ ഇത് രണ്ടും 2 വീഡിയോ ആയിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം. യു ഹാവ് ടു റെഫർ ഫോർ എ റിവിഷൻ സെക്ഷൻ. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ഹീറ്റ് എക്സ്ചേഞ്ചർ, ഈ ഒരു മൊഡ്യൂൾ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്, ദെൻ ഓൾസോ ഒരു കൺസെപ്റ്റിൻ്റെ ഒരു ഐഡിയാസ് ആണ്, അതായത് ഒരു ബേസിക് കൺസെപ്റ്റാണ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ.